നിങ്ങളുടെ ഭാവി രചിക്കാൻ അവരാരാണ്? ഇന്ത്യൻ ക്രിക്കറ്റ് ചരിത്രത്തിൽ ഇതുപോലൊരു വിപ്ലവഗാഥയുടെ അധ്യായം കടന്നുപോയിട്ടില്ല. റാഞ്ചിയിൽ കണ്ടതിനൊരു തനിയാവർത്തനം വീണ്ടും ഒരു ശതകമുയർത്തി ബാറ്റെടുത്തൊരു മറുപടിയാണ്. നാവുകൊണ്ട് കളിക്കളത്തിലെ പോരായ്മകളെ മറയ്ക്കുന്ന രീതിയോ നേട്ടങ്ങളുടെ വിഭജികയെ പുണരുന്നവനോ അല്ല. മറുപടി എന്നാൽ ദാ ഇങ്ങനെയിരിക്കും. കളിക്കളത്തിൽ രാജ്യത്തിനായൊരു പോരാളിയാകണം. അതിപ്പോൾ പ്രായം 17 ആയാലും 37 ആണെങ്കിലും. ആകാശമുയരെ അയാളുടെ ശതകാഘോഷം ചിലരുടെ ഇടനെഞ്ചിലേക്കാണ്. പുറത്താക്കാൻ ഇന്നലെ മഴയിലൊരു മണ്ണിരയുടെ കഥയുമല്ലിത്. കാലം നെയ്തൊരു കവിതയെ ഹൃദയത്തോട് ചേർത്ത കോടിക്കണക്കിന് മനുഷ്യരാണ് അയാളുടെ സാമ്രാജ്യം. സൗത്ത് ആഫ്രിക്കയോട് പരാജയം ഏറ്റുവാങ്ങുമ്പോൾ ഗംഭീറിനോടും അഗാർക്കറിനോടും ഒന്നേ പറയാനുള്ളൂ: ഇതുപോലൊരു ബൗളിംഗ് സ്ക്വാഡുമായി നിങ്ങളൊരു വിജയം ആഗ്രഹിക്കുന്നെങ്കിൽ 140 കോടി മനുഷ്യർക്ക് മുന്നിൽ നിങ്ങൾ വിഡ്ഢികളാകും. ഷമിയെ പുറത്തിരുത്തി പ്രസീദിനെ തിരികെ കയറ്റാൻ ഏതളവുകോലിന്റെ കണക്കിലെങ്കിലും അത് ക്രിക്കറ്റിനെ ജീവനായി കാണുന്ന ജനതയ്ക്ക് അംഗീകരിക്കാൻ കഴിയില്ല. ലക്ഷ്യം 500 വെച്ചിരുന്നെങ്കിലും ഈ ബൗളിംഗ് ഡിപ്പാർട്ട്മെന്റിൽ ഇന്ത്യ പരാജയം ഏറ്റുവാങ്ങുമെന്നറിയാൻ ഗംഭീര തന്ത്രങ്ങളുടെ കാണാപ്പുറങ്ങൾ ആവശ്യമില്ല. നിങ്ങൾ പുറത്തിരുത്താൻ കൊതിച്ച റോക്കോ സഖ്യം ഇല്ലെങ്കിലൊന്ന് ആലോചിക്കുക. ആഫ്രിക്കൻ പരമ്പരയ്ക്കപ്പുറം ഒരു ഗംഭീര കഥനകാവ്യം പിറക്കുമായിരുന്നു. രാജ്യം സമൃദ്ധമായൊരു ക്രിക്കറ്റ് കാലം ആസ്വദിച്ചു കഴിഞ്ഞു. അതിനാൽ ഏത് പ്രതികൂല സമയവും കടക്കാൻ മനസ്സ് പാകപ്പെടുത്തിയവരോട് ശീതസമരം ഗംഭീറിനും അഗാഖറിനും ഏൽപ്പിക്കുന്ന ആഘാതത്തിന് വരും കാലം സാക്ഷിയായേക്കും. രാജ്യത്തിനായി ക്രിക്കറ്റ് മൈതാനത്ത് രാജാവിന്റെ പോരാട്ടങ്ങളൊന്നും ഞങ്ങൾ അങ്ങ് മറക്കുകയില്ല. നിങ്ങൾ എത്ര കൊട്ടിയടയ്ക്കാൻ ശ്രമിച്ചാലും അതും കടന്നയാൾ ചരിത്ര തീരം സൃഷ്ടിക്കുക തന്നെ ചെയ്യും.